കൊണ്ടോട്ടി ജോയിന്റ് ആർടിഒയുടെ കസേരയിലിരുന്ന് റീൽസ് ചിത്രീകരിച്ച MLA TP അഷ്റഫ് അലിയുടെ നടപടി അല്പത്തരം എന്ന് വിമർശിക്കുകയാണ് ഡിവൈഎഫ്ഐ. അധികാരത്തിൽ എത്തിയതിന്റെ ഗർവ് കാണിച്ചതാണ് MLA എന്ന് പറയുന്നു മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്. അധികാരത്തിലെത്തിയാൽ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ് മുസ്ലിം ലീഗിന്റെ രീതിയെന്നും ശ്യാംപ്രസാദ് 24-നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി കൊണ്ടോട്ടി ജോയിന്റ് ആർടിഒ ഓഫീസിൽ പോവുകയും അതൊരു റീലായി ചിത്രീകരിക്കുകയും ആർടിഒയുടെ കസേരയിൽ കയറിയിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ആ ഒരു റീൽ ചിത്രീകരണത്തിന് എങ്ങനെ നോക്കിക്കാണുന്നു? ഒന്ന്, മുസ്ലിം ലീഗിന്റെ ഒരു അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു മുഖമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി MLAയുടെ റീൽസിലൂടെ നമ്മുടെ നാട് കണ്ടത്. തങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ട് എന്ന അറിയിപ്പാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലും അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു കാര്യം ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ്. അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ചൊൽപ്പടിക്ക് കാര്യങ്ങൾ നിർത്തി മുന്നോട്ട് പോവുക എന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണിത്. ഉദ്യോഗസ്ഥർക്ക് അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവര് ഈ കാര്യം മനസ്സിലാകാതെ ആയിരിക്കും അദ്ദേഹത്തെ കസേരയിൽ ഇരിക്കാനൊക്കെ അനുവദിച്ചിട്ടുണ്ടാവുക. ഏതൊരു ഓഫീസിലേക്കും കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ജനപ്രതിനിധിയാണ്, MLA ആണ് വരുന്നത്. അവരോടുള്ള ബഹുമാനം കൊണ്ട് സ്വാഭാവികമായിട്ടും കയറി ഇരിക്കൂ എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന സമയത്തും സാധാരണഗതിയിൽ അതിന്റെ പക്വത കാണിക്കേണ്ടിയിരുന്നത് ഒരു MLA ആണ്. MLA ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, അതൊക്കെ അദ്ദേഹം തിരുത്തേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം എന്നുള്ളത് UDFന്റെ ഒരു രീതിയാണ്. UDF ആണ് തിരുത്തേണ്ടത്. ഇതൊന്നൊരു പുരോഗമന സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. UDF ആണ് തിരുത്തേണ്ടത്, ഒരു വ്യക്തിയല്ല. അധികാരത്തിലെത്തിയതിന്റെ ഗർവാണ് UDFന് മുസ്ലിം ലീഗിന് എന്നാണ് ഡിവൈഎഫ്ഐ എന്തായാലും പറഞ്ഞു വെക്കുന്നത്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്തിന് സമൂഹത്തിന് യോജിച്ചതല്ല എന്നും ഡിവൈഎഫ്ഐ പറയുന്നു. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗൂഗിൾ കേണുഗോപാൽ 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.